ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് സുരേഷ് ഗോപിയാണ്. വെറും സുരേഷ് ഗോപിയല്ല, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രധാനമന്ത്രിയിൽ നിന്നും ഭരിക്കാനും അഭിനയിക്കാനും ഒരേ സമയം സമ്മതം ലഭിച്ചപ്പോൾ ശരിക്കും ആർമാദിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നാലോചിക്കണം. സുരേഷ് ഗോപി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന അതിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും വിരോധമില്ല. കേരളത്തിൽ ഇന്ന് നടക്കുന്ന ജനകീയനായ ഒരു നേതാവ് സുരേഷ് ഗോപിയായി തീർന്നിരിക്കുന്നു. കാരണം മറ്റുള്ളവരൊക്കെ ചിരിക്കാൻ പോലും മറക്കുന്ന നേതാക്കന്മാരാണ് ഇപ്പോഴുള്ളതെന്ന് ആലോചിക്കണം. വലിയ വലിയ സൗഹൃദങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് പലരുമുള്ളതെന്ന് ആലോചിക്കണം. തത്വസംഹിതകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് പലരുമെന്ന് ആലോചിക്കണം. അവർക്കിടയിലേക്കാണ് സുരേഷ് ഗോപി ഇപ്പോൾ 3,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി കേന്ദ്രത്തിൽ നിന്ന് 2 പ്രധാന വകുപ്പുകളുടെ സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് കേരളത്തിലേക്ക് എത്തിയെന്ന് ആലോചിക്കണം. കേരളത്തിലെത്തിയ സംഭവങ്ങൾ, കഥകളെല്ലാം നിങ്ങൾ കണ്ടു. ആദ്യം വന്നിറങ്ങിയത് കോഴിക്കോടാണ്. കോഴിക്കോട് ക്ഷേത്രത്തിൽ പോയി, അവിടെ നിന്ന് 1-2 വീടുകളിൽ പോയി. അതുമാത്രമല്ല, തനിക്ക് ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന നേതാവായിരുന്ന EK നായനാരുടെ വീട്ടിൽ പോയി. അവിടെ ശാരദ ടീച്ചർ സ്വീകരിച്ചു, ഭക്ഷണം കൊടുത്തു, അനുഗ്രഹിച്ചു, തിരിച്ചു പോന്നു. പിന്നെ മാതൃഭൂമിയായി ബന്ധപ്പെട്ട ഓഫീസിൽ അവരുടെ വീടുകളിൽ പോയി സിനിമാക്കാരെ കണ്ടു. അത് കഴിഞ്ഞ് ആലോചിക്കണം, അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ തിരിച്ചെത്തിയ സുരേഷ് ഗോപി ആദ്യം ചെയ്തത് കരുണാകരൻ്റെ സ്മൃതി മന്ദിരത്തിൽ, അത് മുരളീ ഭവനത്തിൽ പോയതാണെന്ന് ആലോചിക്കണം. മുരളീ ഭവനം എന്ന് പറഞ്ഞാൽ K മുരളീധരൻ്റെ പേരിലുള്ള പേരാണെന്ന് ആലോചിക്കണം. അവിടെയാണ് അവരുടെ വീടെന്ന് ആലോചിക്കണം. ആ വീട്ടിലാണ് ഇപ്പോൾ BJP നേതാവായ പത്മജ അടക്കമുള്ളവർ താമസിക്കുന്ന ആലോചിക്കണം. അവിടെ സുരേഷ് ഗോപി വന്നു, അവിടെ പൂക്കളർപ്പിച്ചു, തിരിച്ചു പോയി എന്നാലോചിക്കണം. അവിടെ സംസാരിച്ചു. എനിക്കിഷ്ടപ്പെട്ട എൻ്റെ രാഷ്ട്രീയമല്ലത്, ഞാൻ രാഷ്ട്രീയം സംസാരിക്കുകയില്ല, രാഷ്ട്രീയം പ്രവർത്തിക്കുകയില്ല, രാഷ്ട്രീയ വോട്ടുകൾ പിടിക്കുകയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെ പറയുമ്പോഴും നമുക്കടക്കമുള്ളവർക്കറിയാം, ഇത് ഓരോ സ്ഥലത്തും ഓരോ കാര്യം പറയുമ്പോഴും അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വോട്ടുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. വോട്ടുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ തൃശ്ശൂരിൽ തന്നെ, തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ തന്നെ എത്രയോ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ആ ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത്രയും സീറ്റുകൾ അവിടെ നിന്ന് കളക്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണിക്കുന്നതെല്ലാം. കാരണം അത് കഴിഞ്ഞു. അവിടെ നിന്നപ്പോൾ പത്മജ ഒപ്പമുണ്ടായിരുന്നു. അവിടെ വെച്ച് സുരേഷ് ഗോപി ഒരു കാര്യം കൂടി പറഞ്ഞു. 5 വർഷം മുമ്പ് ഞാനിവിടെ മത്സരിക്കാൻ വന്നപ്പോൾ ഈ മുരളീ മന്ദിരത്തിൽ വന്ന് ഇവിടെ ആദരവ് അർപ്പിക്കാൻ തീരുമാനിച്ചതാണ്. അന്ന് പക്ഷേ പത്മജ സമ്മതിച്ചില്ല. അവരൊന്ന് കോൺഗ്രസ്സുകാരിയായിരുന്നു ആലോചിക്കണം. ഈ അടുത്ത കാലത്ത് തന്നെ സുരേഷ് ഗോപി അവിടെ പോകുമെന്ന് പറഞ്ഞപ്പോൾ K മുരളീധരൻ പറഞ്ഞ് നടക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ നടന്നു കഴിഞ്ഞില്ലേ, അവിടെ മുരളി പോലും ഒന്നും സംസാരിച്ചില്ല. അവിടെ നിന്ന് പിന്നെ നമ്മൾ കണ്ടതണ്ട ലൂർദ് പള്ളിയിൽ പോയി. അവിടെ മുമ്പ് നമ്മൾ കേട്ടല്ലോ, കിരീടം കൊടുത്തതിൻ്റെ വിവാദങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ലൂർദ് പള്ളിയിൽ പോയി മാതാവിന് സ്വർണ്ണ കൊന്ത സമ്മാനിച്ചു. ആ സ്വർണ്ണ കൊന്ത മാത്രമല്ല, അവിടെ പാട്ടുകൾ പാടി. ആ പാട്ടുകൾ പാടി സുരേഷ് ഗോപി എല്ലാവരെയും കയ്യിലെടുത്തു. ഇതറിഞ്ഞ് ചിലരൊക്കെ വിളിച്ച് കണ്ടില്ലേ, ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് മന്ത്രിയായി വന്ന് ഇങ്ങനെ ഓരോ വീടുകളിൽ പോകാനാണോ, പള്ളിയിൽ പോകാനോ മറ്റോ മറിച്ചോ ചോദിച്ചു. അതെ, ഇത് ജനകീയനായ ഒരു നേതാവിൻ്റെ തന്ത്രമാണെന്ന് ആലോചിക്കണം. ഈ സുരേഷ് ഗോപി മണ്ടത്തരമാണ്, വിഡ്ഢിത്തമാണ് എന്ന് പറയുന്നവരുണ്ട്. അവരൊരു കാര്യം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി 3/4 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. ഇതാരും പോയി കള്ളവോട്ട് ചെയ്തിട്ടുള്ള ആലോചിക്കണം. ഇത് ജനങ്ങൾ ചെയ്ത വോട്ടിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയും അവർക്ക് അജണ്ടകളുണ്ട്, BJPക്ക് അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ മനസ്സിലായിട്ടും മനസ്സിലാകാതെ പൊട്ടന്മാരെ പോലെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന തിരിച്ചടികൾ കാണുമ്പോഴും ആ തിരിച്ചടികൾ വേറെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കരുത്. ഇനിയും സമയമുണ്ടെന്ന് ആലോചിക്കണം. കാരണം ജനങ്ങളോടൊപ്പമാണ് ഞാൻ,
എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. ഒപ്പം ഇപ്പോൾ ഇന്ന് ലൂർദ് മാതാവിൻ്റെ അവിടെ പോയി, നാളെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാം, അത് കഴിഞ്ഞ് മുസ്ലിം ദേവാലയത്തിൽ പോകാം, അത് കഴിഞ്ഞുകൊണ്ട് തെക്കോട്ട് പോകും തോറും രാഷ്ട്രീയത്തിന് അതീതമായി ചില നേതാക്കളെ കാണാം. ഈ നേതാവിൻ്റെ കാര്യം പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് ഇനി ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവുണ്ട്, ആ VS അച്യുതാനന്ദൻ ആലോചിക്കണം. കാരണം VS അച്യുതാനന്ദന് വേണ്ടി മലമ്പുഴയിൽ പ്രസംഗിക്കാൻ പോയിട്ട് ആലോചിക്കണം. അന്ന് മലമ്പുഴയിൽ VSന് പ്രസംഗിക്കുമ്പോൾ UDFൻ്റെ നേതാവായ കരുണാകരന് വേണ്ടിയും പ്രസംഗിക്കാൻ പോയിരുന്ന അങ്ങനെ നേതാക്കന്മാരെ എപ്പോഴും രാഷ്ട്രീയത്തിൽ സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് ആലോചിക്കണം. ഞാൻ ഈ VSൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും, അപ്പോൾ പിണറായിയോടില്ലേ, അപ്പോൾ പന്നീനോടില്ലേ, മറ്റു പാർട്ടിക്കാരില്ലേ, എല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ടും സൗഹാർദ്ദം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി എന്ന് ആലോചിക്കണം. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയുന്നുണ്ട്, കാണ്, ഇത് വോട്ടില്ല, രാഷ്ട്രീയമില്ല എന്ന് പറയും. ഇതെല്ലാം വോട്ടായി മാറും മക്കളെ. ഈ വോട്ടായി മാറുമ്പോൾ അവിടെ സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, ഇല്ല നഷ്ടം, ഇത് കേരളമാണ്, കേരളം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇവിടെ ജനങ്ങൾ തരും എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്ത് എടുത്ത് കഞ്ഞി വെക്കുകയാണെന്ന് ആലോചിക്കണം. ആ വിത്തെടുത്ത് കഞ്ഞി വെക്കുകയല്ല, വിത്ത് വിതച്ചിവിടെ കൊയ്യണം എന്ന് ആലോചിക്കണം. ആ കൊയ്ത്ത് നടത്താനുള്ള ശ്രമത്തിലാണ് സുരേഷ് ഗോപി എന്ന് ആലോചിക്കണം. സുരേഷ് ഗോപിയോട് നിൽക്കുന്നില്ല. നിങ്ങൾ BJP എന്ന് പറഞ്ഞ് കുത്തി അയാളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ സുരേഷ് ഗോപി തുടങ്ങി വെച്ചിരിക്കുന്നു. കാരണം ആ തുടക്കം എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഏറ്റവും ഒരു ഒറ്റക്കൊമ്പൻ എന്നുള്ള സിനിമയുണ്ടെന്ന് ആലോചിക്കണം. ആ ഒറ്റക്കൊമ്പൻ എന്നുള്ള സിനിമ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ആ ഒറ്റക്കൊമ്പൻ്റെ പ്രത്യേകതകൾ അറിയാം. അപ്പം കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിജി അതായത് ഒറ്റക്കൊമ്പനെ കേരളത്തിലേക്ക് വിട്ടിട്ട് ചെല്ല്, ആർമാദിക്ക്, വോട്ടുകൾ നേട്, മണ്ഡലങ്ങൾ പിടിച്ചടക്ക് എന്ന് പറഞ്ഞിട്ട് സർവ്വ സ്വാതന്ത്ര്യം വിട്ടിരിക്കുകയാണ്. അങ്ങനെ വിടുമ്പോൾ ഈ രാജ്യത്ത് ഇങ്ങനെ നടക്കുന്നതോടൊപ്പം തന്നെ സിനിമയിൽ ഒറ്റക്കൊമ്പൻ എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങും തുടങ്ങാൻ പോകുന്ന ആലോചിക്കണം. അപ്പോൾ ഒരേ സമയം സിനിമയിൽ അഭിനയിക്കുന്നു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാൻ എത്ര ദിവസം ലൊക്കേഷൻ ഉണ്ടാകുമോ അത്രയും ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ആ ലൊക്കേഷൻ തുറന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞിരിക്കാം. അതാണ് പ്രത്യേകത. ലൊക്കേഷനിൽ വന്ന് തിരിച്ചു പോകില്ല. ആ ലൊക്കേഷൻ തന്നെ അനുനിമിഷം ഇരുന്നുകൊണ്ട് ഷോട്ട് കഴിഞ്ഞ് ഓഫീസിൽ വന്നിരുന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സുരേഷ് ഗോപി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനു മുൻപ് ഇനി കാണാനുള്ളത് VS അച്യുതാനന്ദനെയാണെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു. കാരണം സുരേഷ് ഗോപിക്ക് പ്രിയപ്പെട്ടൊരു നേതാവാണ് VS അച്യുതാനന്ദൻ. ഈ അച്യുതാനന്ദനെ കാണാനായിരിക്കും അടുത്ത യാത്ര. ആ യാത്രക്കിടയിൽ എവിടെയൊക്കെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സുരേഷ് ഗോപിയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പോകണം തീരുമാനിച്ചു, ഇതെല്ലാം സുരേഷ് ഗോപിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ മണ്ടനെന്ന് വിചാരിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മണ്ടനല്ല, അതിബുദ്ധിമാനാണ്. ബുദ്ധിപരമായി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയെന്ന് ആലോചിക്കണം. ആ കരുക്കൾ നീക്കുമ്പോഴാണ് ഈ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പോകുന്ന പോലെ ഈ കരുനീക്കത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നു ജനങ്ങളുടെ പ്രിയ നേതാവുമാണ്. ആ പ്രിയ നേതാവാകാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നത് മാന്ത്രിക വിദ്യകൾ കൊണ്ടല്ല, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു, ജാതി മതം നോക്കാതെ. അങ്ങനെ ചേർത്ത് പിടിക്കാത്തവരാണ് പലരും ഇവിടെ. അവർക്കിതൊരു മാതൃകയാണ് എന്ന് മാത്രം കൊണ്ട് പറഞ്ഞു നിർത്തട്ടെ.